എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിതാ ഇന്ന് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള നട്ടി ബബിൾ കേക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നട്ടി ബബിൾ കേക്ക്. ഇത് ഭയങ്കര ജ്യൂസി ആയിട്ടുള്ളൊരു കേക്കാണ്. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിലെ നട്ട്സ് ഇങ്ങനെ നമ്മളിത് കേക്ക് കഴിക്കുമ്പോൾ നട്ട്സ് ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ. ഇതാ ആദ്യം തന്നെ നമുക്ക് ഓവൻ സെറ്റപ്പ് റെഡിയാക്കി എടുക്കുകയാണ്. ഓവനിലല്ല ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. ഇതാ ഈ പാത്രത്തിലാണ്. ഈ പാത്രം 10 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണേ, മീഡിയം ഫ്ലെയിമിൽ. പിന്നെ ഇതാ ബാറ്റർ ഒഴിക്കാനുള്ള പാത്രത്തിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് 1/4 കപ്പാണ്. 1/4 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഇളം ചൂടുള്ള പാല് 1/4 കപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിവിടെ വെക്കണം. പിന്നെ ഇതാ 1/4 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് വേണ്ടത്. ആ പഞ്ചസാര ഇതാ 1/4 തമ്മിൽ 1/4 കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ചെടുക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടത് ഇതാ 2 ബൗൾ നന്നായിട്ട് ഒട്ടും വെള്ളമില്ലാതെ നന്നായി തുടച്ച് ക്ലിയർ ആക്കി വെക്കണം. 1 കപ്പ് മൈദയിലാണ് നമ്മൾ ഇതുണ്ട് കേക്ക് ഉണ്ടാക്കുന്നത്. അതിൽ നിന്നും നേരത്തെ 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് എടുത്തല്ലോ, അപ്പോൾ അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. കറക്റ്റ് ആ മെഷർമെൻറ്റ് ശരിയാവാൻ വേണ്ടിയിട്ടാണ്. കേക്ക് ഉണ്ടാക്കുമ്പം കേക്കിൻ്റെ ആ എല്ലാ അളവുകളും കറക്റ്റായിട്ട് വന്നാലേ കേക്ക് നല്ല അതിൻ്റെ ബാറ്റർ നന്നായി കിട്ടുകയും കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതൊന്ന് നന്നായിട്ട് അരിപ്പയിലൂടെ ഒരു 3 തവണ അരിച്ചെടുക്കണം. അങ്ങനെ പിന്നെ ഇതാ മറ്റൊരു പാത്രം. ഇത് കേക്ക് ഉണ്ടാക്കുമ്പോൾ വേണ്ടത് എല്ലാ പാത്രങ്ങളും ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിരിക്കണം, എന്നാലേ കേക്കിൻ്റെ ബാറ്റർ നല്ലതായി കിട്ടുള്ളൂ. 3 മുട്ടയാണ് എടുക്കുന്നത്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും തമ്മിൽ വേർതിരിക്കുകയാണ് ഞാൻ. അത് എളുപ്പമായിട്ട് സെപ്പറേറ്റർ ഉണ്ടെങ്കിൽ അത് കൂടെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുട്ട നല്ല ഫ്രഷ് മുട്ടയാണോ എന്നുള്ളത് നോക്കണം. അല്ലെങ്കിൽ കേടുവന്ന മുട്ടയാണെങ്കിൽ ഇപ്പം ഇത് മൊത്തം പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ ആയിപ്പോൾ. അപ്പോൾ ഇതാ 3 മുട്ടയും ഞാനിതാ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മുട്ടയുടെ വെള്ളയിലേക്ക് നമ്മൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചതിൽ എത്രയാണ് 1/2 കപ്പോളം ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് വൈറ്റ് അടിച്ചെടുക്കുമ്പോൾ അതിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലും ബൂസ്റ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റിലേക്ക് 1/4 കപ്പ് പാലാണ് ഒഴിച്ചത്. ഇത് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ്. മുട്ടയുടെ മണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. റിഫൈൻഡ് ഓയിലാണ് ഇത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് മുട്ടയുടെ വെള്ളയാണ്. ആ 3 മുട്ടയുടെയും വെള്ളയാണിത്. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല പ്ലഫി ആക്കി എടുക്കണം. നന്നായിട്ട് പതഞ്ഞ് വരണം കേട്ടോ. ഈ ബൗളൊന്ന് കമിഴ്ത്തിയാൽ അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാത്ത രീതിയിൽ പഞ്ചസാര പൊടിച്ച് വെച്ച ബാക്കി 1/4 കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ വെള്ള ഇങ്ങനെയായി കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ടയുടെ മഞ്ഞയിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, പൊടി, നമ്മൾ ആദ്യം തന്നെ തരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൊടി, അത് കുറേശ്ശെ ഇങ്ങനെ ഇട്ടിട്ട് ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇളക്കുന്നത്.
സ്പാച്ചില ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പക്ഷേ ഇളക്കുമ്പോൾ ഓവറായിട്ട് ഇങ്ങനെ അടിച്ച് കൊടുക്കരുത്, പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കണം. ഇതാ ഇങ്ങനെ 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 തിരിച്ചിട്ടാണ് കേട്ടോ കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഇത് കാണിച്ചു തരാം ഞാൻ. ബാറ്റർ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇതിപ്പം പൊടിയൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് മുട്ടയുടെ മഞ്ഞയിലേക്ക് ചേർത്ത് കൊടുക്കുക വേണ്ടത്. വെള്ളയിലേക്ക്, മുട്ടയുടെ വെള്ള നമ്മൾ പതച്ച് വെത്തലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. കുറേശ്ശെ ഒഴിച്ചിട്ട് അതും അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു സ്പൂണ് വെച്ചിട്ടാണേ പതുക്കെ ഇളക്കി കൊടുത്തതാണ്. ഇനി നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുകളിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പ്രീ ഹീറ്റ് ചെയ്ത ഈ പാത്രത്തിലേക്ക് 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്താണ് അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ആ പ്രീ ഹീറ്റ് ചെയ്ത അതേ ഫ്ലെയിമിൽ തന്നെ വേണം ഇത് ഇനി ബേക്ക് ചെയ്തെടുക്കാനും. മീഡിയം ഫ്ലെയിം തന്നെയാണ്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് റെഡി ആവട്ടെ. ഒരു 20 മുതൽ 30 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാവും. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ്സ് ആയിട്ടോ. ഒരു 20 മിനിറ്റ്സ് ആയപ്പോൾ ഞാനത് പൊക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം കുത്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ തന്നെ കണ്ടായാലും അറിയാം. ഒക്കെ മുകളിലൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. എന്നാലും ഇവിടെ ഒരു പപ്പടക്കോലുണ്ട്, അത് വെച്ചിട്ട് ഞാനൊന്ന് കുത്തി നോക്കട്ടെ. കണ്ടോ, ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിലൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര സിറപ്പ് തയ്യാറാക്കാം. പഞ്ചസാര സിറപ്പ് ഞാൻ ഇത് ബൂസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള നട്ടി ബബിൾ കേക്ക് ആയതുകൊണ്ട് ഞാനിത് പാലിലാണ് തയ്യാറാക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ ബൂസ്റ്റ് കൂടി ഇതിൽ മിക്സ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഈ പാല് തിളച്ച പാലിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ബൂസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കലക്കി നന്നായിട്ട് തണിയാൻ വെക്കാം. നമ്മളെ കേക്കൊക്കെ തണിഞ്ഞ് വരുമ്പോഴേക്ക് ഇതും റെഡി ആയിക്കോളും. കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരേ ലെവലിൽ കിട്ടിയ കണ്ട കേക്കിൻ്റെ നടുവിലൊന്നും പൊങ്ങിയിട്ടില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്തുണ്ടാക്കിയാൽ ഇതുപോലുള്ളൊരു കേക്ക് നിങ്ങൾക്ക് വീട്ടിൽ ഒരു ടൂൾസും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, ഞാൻ എൻ്റെ ചായപാത്രത്തിലാണ് ആ കേക്ക് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും അതുപോലൊരു ഒന്നെങ്കിൽ ലഞ്ച് ബോക്സിലോ അങ്ങനെ എടുക്കാം. ഇത് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ലേശം വിപ്പിംഗ് ക്രീമും ഒരു 1/2 ടീസ്പൂൺ ബട്ടറും കൂടിയും ചേർത്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുകയാണ്. നട്ടി ബബിൾ കേക്കിൻ്റെ മുകളിൽ ബബിൾസ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം 2 കപ്പാണ് എടുക്കുന്നത്. 2 കപ്പ് നിറയൊന്നും വേണ്ട, എന്നാലും ഞാനിതാ 2 കപ്പ് എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. വിസ്ക് വെച്ചിട്ടൊക്കെ ചെയ്യാം, പക്ഷേ അത് കൂടുതൽ സമയം എടുക്കും. പക്ഷേ കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല സ്മൂത്തി ആയിട്ട് കിട്ടണമെങ്കിൽ ബ്ലെൻഡർ തന്നെ ആവശ്യമാണ്. ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടായാലേ ശരിക്കും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇത് 5 മിനിറ്റ് കൊണ്ട് റെഡി ആകുന്നത് മറ്റൊരു 10-15 മിനിറ്റ് നേരം വിസ്ക് വെച്ച് ചെയ്യേണ്ടി വരും. കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കേക്ക് 3 പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന പഞ്ചസാര സിറപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാലും ബൂസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ടിക്കുന്നത്, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കേക്ക് നല്ല ജ്യൂസി ആവാനാണ്. കേക്ക് മിക്സ് ചെയ്യുന്ന ആ ടൈമിലേ ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് സമയം മുമ്പ് ഇത് ചെയ്ത് വെക്കരുത് കേട്ടോ. എപ്പോഴാണോ നമ്മൾ കേക്കിൽ ക്രീം തേക്കാൻ പോകുന്നത് ആ സമയം അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതാണ്. കട്ട് ചെയ്ത് വെക്കാനൊക്കെ നേരത്തെ ഇങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ കൂടുതൽ സമയം ഇങ്ങനെ ജ്യൂസ് ആക്കി കഴിഞ്ഞിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കണ്ടോ, ഇത് ആണ് എൻ്റെ റൗണ്ട് ടേബിള്. ഇത് ഞാനൊരു പാത്രത്തിൻ്റെ മുകളിൽ എൻ്റെ ചപ്പാത്തി പലക എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബോർഡ് വെച്ച് കൊടുക്കാം കേക്കിൻ്റെ. ഇനി ആദ്യം തന്നെ അതിൻ്റെ മിഡിലിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ്. പിന്നീട് ഏറ്റവും മുകളിലെ
പാർട്ടാണ് ഇത്. ഏറ്റവും മുകളിലെ ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ ആണ് ചെയ്തത്. ഇനി ഇവിടെ കുറച്ച് ക്രീം ഇതൊരു കാർഡാണ് കേട്ടോ. എൻ്റെ ഹോസ്പിറ്റൽ കാർഡോ ATM കാർഡോ പഴയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സ് അറിയാലോ, കാഷ്യൂസ്, ബദാം, ഞാൻ പിസ്ത കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ആ ചെറുതായി കാണുന്നത് നമ്മുടെ ചോക്ലേറ്റ് ആണ്, ചോക്കോ ചിപ്സാണ് കേട്ടോ, ചോക്കോ ചിപ്സാണ്. പിന്നെ കുറച്ച് ബൂസ്റ്റ് കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നട്ടി ബബിൾ കേക്ക് നമ്മൾ ബൂസ്റ്റിലായതുകൊണ്ട് അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാ അടുത്ത ലെയർ കൂടി വെച്ച് കൊടുത്തു. ഇത് ക്രീം പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അതും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം ക്രീം വെക്കുക, പിന്നെ നട്ട്സ്, പിന്നെ അതിൻ്റെ മുകളിൽ ബൂസ്റ്റ്, പിന്നെ ലാസ്റ്റത്തെ ലെയറും കൂടി. ഇനി ഇത് മൊത്തം ഐസിങ് ചെയ്തെടുക്കാം. കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് മൊത്തമായിട്ട് ക്രീം തേച്ച് പിടുത്തതെന്ന്. കുറച്ച് നല്ല പണിയാണ് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ അത് ക്രീം ചെയ്യാനുള്ള നൈഫ് ഉണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ഞാൻ ആ ATM കാർഡ് വെച്ചിട്ടാണ് കേട്ടോ ഇത്ര സ്മൂത്താക്കി എടുത്തത്. ഇനി ഡ്രൈ നട്ട്സ് ഉണ്ടല്ലോ, ഡ്രൈ ഫ്രൂട്ട്സ്, അത് ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുത്താൽ മതി. അതെല്ലാം ഇങ്ങനെ പിടിച്ചോളൂ. കണ്ടില്ലേ, കംപ്ലീറ്റ് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ബബിൾസാണ്. നട്ടി ബബിൾ കേക്കാണല്ലോ. അപ്പം നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടുണ്ടാക്കിയ ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിൽ ബബിൾസ് ഓരോ ബബിൾസും ഓരോ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരുപാട് അറ്റത്തേക്ക് ആക്കി കൊടുക്കരുത്. ഒരുപാട് അറ്റത്തേക്ക് ബബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുറച്ച് നമ്മൾ ബബിൾസ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതൊന്നിങ്ങനെ ലൂസായി വരും. അപ്പോൾ അത് അറ്റത്തേക്കായിട്ടുണ്ടെങ്കിൽ അത് ഒലിച്ച് താഴോട്ട് പോകും. ഇത് ഞാനൊരു പാത്രം വെച്ചിരിക്കുന്നത്, നമ്മൾ ബർത്ത്ഡേ കേക്കൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ പേരെഴുതാൻ വേണ്ടിയിട്ട് ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് പാത്രം. ഞാനിപ്പം ബർത്ത്ഡേ കേക്കൊന്നും അല്ല ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു സൺഡേ സ്പെഷ്യൽ കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതാ ബൂസ്റ്റ് ഞാനൊരു അരിപ്പയിലൂടെയാണ് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അരിപ്പയിൽ അവിടെ നിന്നോളും. ചെറിയ തരികൾ മാത്രമേ ഇതിലേക്ക് വീഴുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് വീണ്ടും ഈ ബബിൾസ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് മുകളിലോട്ട് ഇങ്ങനെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ചോക്ലേറ്റ് ഗനാഷ് ഇതിങ്ങനെ ആക്കിയാൽ മതി. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിക്കോളും. മെൽറ്റായ ചോക്ലേറ്റ് ആണല്ലോ, വൈറ്റ് ചോക്ലേറ്റ്. ഇനി കണ്ടില്ലേ, ഞാൻ ആ പാത്രം എടുത്തു. ആ ഒരു സ്പേസിൽ ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള ഫ്ലവറോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിതാ ഇങ്ങനെയുള്ളൊരു ഫ്ലവറാണ് വരച്ചത്. ഇനി ഇതുപോലെ ഇതിൻ്റെ സൈഡ്സ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, എന്നാലും സൈഡ്സ് ചെയ്താൽ അതൊരു ഭംഗിയുണ്ടാവും. അവിടെ ചെയ്ത പോലെ അതേപോലെ തന്നെ കണ്ടോ, നല്ല സ്വീറ്റി നട്ടി ബബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് ഷെനീസ് വേൾഡ്. താങ്ക് യു.